ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗാർഡൻ വീഡിയോ ആയിട്ടാണ്. നമ്മളെല്ലാവരും പുതിനയിലൊക്കെ നമ്മുടെ ബിരിയാണിക്കകത്ത് അതുപോലെ ചില ചട്നിക്കകത്തൊക്കെ ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. എന്നാൽ നമ്മൾ പുതിനയിലൊക്കെ മേടിക്കുന്നത് ഒത്തിരി പൈസ ഒക്കെ കൊടുത്തിട്ടായിരിക്കും കടകളിൽ നിന്ന്. എന്നാൽ ഈ പുതിനയില വളരെ എളുപ്പത്തില് ഒട്ടും തന്നെ പാടില്ലാതെ നമ്മുടെ വീടുകളിലുള്ള ചട്ടികളിലൊക്കെ ഉണ്ടാവും എന്നുള്ളത് എത്ര പേർക്ക് അറിയാം? അത്ര എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു പ്രാവശ്യം നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുക ഈ ഒരു പുതിനയില. ഈ പുതിനയില കടകളിൽ നിന്ന് മേടിക്കുന്ന പുതിനയില കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ചെടിച്ചട്ടിയിൽ നിറച്ച് നമുക്ക് ഈ ഒരു പുതിനയില ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഉടനെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മൾ കടകളിൽ നിന്നും മേടിക്കുന്ന പുതിനയിലയുടെ ഇതുപോലത്തെ ഒരു 10 തണ്ട് മാറ്റി വയ്ക്കുക. 10 മുതൽ 15 തണ്ട് വരെ. കാരണം ഇതിൽ എത്ര എണ്ണം പിടിക്കുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് 10 മുതൽ 15 വരെ ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഇലകൾ ഒന്ന് പറിച്ച് കളയണം. അന്നേരം ഒരു കാര്യം ശ്രദ്ധിക്കണം, മേലെ നമ്മൾ 2-3 ഇലകൾ നിർത്തിയിട്ട് താഴോട്ടുള്ള ഇലകളാണ് നമ്മൾ പറിച്ച് കളയേണ്ടത്. അത് നമുക്ക് കത്രിക വെച്ചിട്ട് ഒന്ന് മുറിച്ച് കളയാം, അല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് പറിച്ചെടുക്കാം. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഇലകളൊക്കെ ഒന്ന് പറിച്ചെടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ ഒരു പുതിനയില തണ്ടോട് കൂടെയാണ് നമ്മൾ കുഴിച്ചിടുന്നത്, മണ്ണിൽ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ കുഴിച്ചിടുന്നത്. അപ്പോൾ 2 തരത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഞാനപ്പോൾ ആദ്യത്തെ ഒരു മെത്തേഡാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്, ഇതിന് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എടുക്കുന്ന ആ ഒരു തണ്ട് അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു പുതിനയിലയുടെ തണ്ടിൻ്റെ 2-3 അല്ലെങ്കിൽ 1-2 തളിരില മേലെ വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇപ്പം നിങ്ങൾക്ക് ഞാൻ എടുത്തിരിക്കുന്ന തണ്ടൊക്കെ ശ്രദ്ധിച്ചറിയാൻ പറ്റും. അതിൻ്റെ മേലൊക്കെ പുതിയതായിട്ട് 2 ഇലയൊക്കെ തളിര് വരുന്നുണ്ട്, പുതിയ ഇലകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള തണ്ടുകൾ എടുക്കാൻ നോക്കുക. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ഇലകളൊക്കെ പറിച്ച് മേലത്തെ ഒരു 2-3 ഇലകൾ നിർത്തി ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് ബാക്കി എല്ലാ ഇലകൾ പറിച്ച് കളഞ്ഞിട്ട് ഈ കാണുന്ന 2 തണ്ട് പോലെ ഉണ്ടല്ലോ, ഈ ഇലകൾ വന്നിരുന്ന 2 ഒരു കുനിപ്പ് പോലെ, ഒരു തല പോലെ, അതിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ടാണ് നമ്മൾ മുറിക്കേണ്ടത്. കത്രിക വെച്ചൊന്ന് മുറിച്ചിട്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലാണ് ആ 2 അവിടെ കണ്ടോ ആ ഒരു ഇല വന്നിരിക്കുന്ന 2 ഒരു എന്താ പറയുന്നത് ഒരു തണ്ട് പോലത്തെ ഒരു സംഭവം, അതിൽ നിന്നാണ് വേര് ഇറങ്ങി വരിക. അപ്പോൾ അതിനാണ് നമ്മൾ തൊട്ട് താഴെ വെച്ചിട്ട് വെട്ടുന്നത്. അതാണ് ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു കാര്യം മാത്രമാണ്, ആ കട്ട് ചെയ്യുന്ന ഒരു ഭാഗം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനത് ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആക്കി പറഞ്ഞുതരാം. നമ്മൾ ആദ്യം തന്നെ തണ്ടെടുക്കുക. അപ്പോൾ ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കണം, 1-2 തളിരില പുതിയ ഇല ഉണ്ടെന്ന് ഉള്ളത് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമുക്ക് 2-3 ഇലകൾ മേലെ വെച്ചിട്ട് ബാക്കിയെല്ലാം നമുക്ക് പറിച്ച് കളയണം. അപ്പോൾ ഇല പറിച്ച് കളയുന്ന ആ ഒരു കുനിപ്പ് പോലെ, എന്താ പറയുക, കുറച്ചൊരു തടിച്ച പോലെ ഇട്ടുണ്ടാവും. അതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ കത്രിക വെച്ചിട്ട് മുറിക്കേണ്ടത്. അപ്പോൾ അത് പറഞ്ഞതിൻ്റെ ഒരു കാരണം ഈ ഒരു വേര് പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഇലകളും ആ ഒരു തണ്ടും കൂടെ ഇതുപോലെ മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 എണ്ണ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഒത്തിരി പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10-15 തണ്ട് ഒരു പുതിനയിലയുടെ തണ്ട് നമ്മൾ എടുക്കേണ്ടി വരും കേട്ടോ. എന്നിട്ടാണ് ചെടിച്ചട്ടിയിൽ കുഴിച്ചിടുക. ഇപ്പം ഞാൻ ഓൾറെഡി ഞാനത് നമുക്കിവിടെ ഉണ്ടായി നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് കാണിച്ചത്. ഇത് ഒത്തിരി ഉണ്ടായി വരും. ഈ ഒരു പുതിനയില തിക്കി നല്ലതുപോലെ കട്ടിയായിട്ട് തന്നെ വരും. അപ്പോൾ ഞാൻ 3 എണ്ണം എടുത്തിരുന്ന ഈ 3 എണ്ണത്തിൻ്റെയും തണ്ട് തൊട്ട് താഴെ വെച്ച് മുറിച്ചിട്ടുമുണ്ട്. ഇനി നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ 2 മെത്തേഡാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ്, നമുക്ക് ഈ ഒരു നമ്മൾ മുറിച്ച് വെച്ച് ഈ 3 തണ്ട് നമുക്ക് വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് ഇട്ട് വെക്കണം. മുഴുവൻ മുങ്ങിക്കെടുക്കുകയൊന്നും വേണ്ട. ആ താഴത്തെ ആ ഒരു 2 ഇലകളുടെ തണ്ടല്ല, ഒരു കുനിപ്പ് പോലത്തെ ഒരു സംഭവം വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. അത്രയേ വേണ്ടൂ. കാരണം എന്നാലാണ് വേര് ഇറങ്ങി വരാനായിട്ട് എളുപ്പമായിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ മുറിച്ചെടുത്ത ഇലകൾ നമുക്ക് കറികൾക്ക് വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. ഞാനത് കളയാനൊന്നും പോകുന്നില്ല. അപ്പോൾ അത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു ഗ്ലാസ്സിനകത്തോ അല്ലെങ്കിൽ ഒരു കുപ്പിക്കകത്തോ നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗം മാത്രം ഒന്ന് മുങ്ങിക്കിടന്നാൽ മതി. അതും എല്ലാം തന്നെ മുങ്ങിക്കിടക്കേണ്ട. ആ ഒരു ഏറ്റവും താഴെയുള്ള 2 എന്താ പറയുക ചില്ല പോലത്തെ ഒരു കുനിപ്പുണ്ടല്ലോ, അത് വെള്ളത്തിലൊന്ന് മുങ്ങിക്കിടക്കണം.
അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു കുപ്പി എടുത്തിട്ടുണ്ട്, ഇതിനകത്ത് അത്യാവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ താഴെയുള്ള ആ ഒരു കുനിപ്പൊക്കെ അല്ലെങ്കിൽ ആ താഴെയുള്ള ആ തല പോലത്തെ ഭാഗം മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ ഞാനിതൊന്ന് വെക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഒരു 7 മുതൽ 10 ദിവസം വരെ ഇതുപോലെ അങ്ങ് വെക്കണം. പക്ഷേ എല്ലാ ദിവസം വെള്ളം മാറ്റാൻ മറക്കരുത്. വെള്ളം കാരണം പെട്ടെന്ന് തന്നെ ഇതിന് ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ വേണം. അതുകൊണ്ട് തന്നെ എന്നും നമ്മൾ വെള്ളം മാറ്റണം. എന്നും രാവിലെ എഴുന്നേൽക്കുക, വെള്ളം മാറ്റുക. പക്ഷേ ഇതൊരു 7 ദിവസം മുതൽ 15 ദിവസം വരെ എടുക്കും കേട്ടോ, ഇതിൻ്റെ ഒരു വേര് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. ചില ഇടങ്ങളിലൊക്കെ പെട്ടെന്ന് വരും, ചിലത് സമയം എടുക്കും, 10 ദിവസം 15 ദിവസമൊക്കെ എടുക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വെച്ചത് എനിക്കൊരു 8 ദിവസത്തിനകത്ത് വന്നായിരുന്നു. ഞാൻ കറക്റ്റ് എണ്ണി നോക്കിയപ്പം 8ാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊക്കെ വേര് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഓരോ നമ്മൾ എടുക്കുന്ന തണ്ടിൻ്റെ ഒരു എന്താ പറയുക ആരോഗ്യം അനുസരിച്ചിരിക്കും കേട്ടോ. ഇതായിപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു കുപ്പിയിൽ കൂടെ ഞാൻ താഴത്തെ ആ ഒരു തലഭാഗം മാത്രം മുങ്ങിക്കെടുക്കാവുന്ന വെള്ളം എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് മുക്കി വെക്കുക, എന്നിട്ട് ഒരു 8 ദിവസം അല്ലെങ്കിൽ ഒരു 15 ദിവസത്തിനുള്ളിൽ വേര് വരുമ്പോൾ നമുക്കിതൊരു ചെടിച്ചട്ടിയിലോട്ട് മാറ്റി വയ്ക്കാം, മാറ്റി നടാം. നമ്മൾ നടുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ ഇത് വെള്ളത്തിലൊന്നും മുക്കി വെക്കേണ്ട കാര്യമില്ല. ഈ ഒരു ഇലകളെല്ലാം പറിച്ച് നമ്മളൊരു കത്രിക വെച്ച് അതിൻ്റെ ആ ഒരു തലഭാഗത്തിൻ്റെ തൊട്ട് താഴെ ഒന്ന് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ തന്നെ പോയി നമുക്ക് ചെടിച്ചട്ടിയിൽ കുഴിച്ചിടാം അല്ലെങ്കിൽ നടാം കേട്ടോ. അപ്പോൾ ഈ ഒരു 2 മെത്തേഡാണുള്ളത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പെട്ടെന്ന് ഈ ഒരു ഇല പിടിക്കാൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ലത് ആ വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്ന ഒരു മെത്തേഡ് കൂടെ പോവായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ വേറൊരു വീഡിയോ എടുക്കുന്നുണ്ട്, ഇതിൻ്റെ വേര് ഇറങ്ങുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഞാനതിങ്ങനെ ഡേ ബൈ ഡേ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇന്ന് കാണിക്കാൻ പോകുന്നത് മെത്തേഡ് 2 ആണ്. ഈ വെള്ളത്തിൽ മുക്കി വെക്കാതെ നമ്മൾ പെട്ടെന്ന് തന്നെ നടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു വെട്ടിയ ഈ ഒരു 3 തണ്ടുകളാണ് നമ്മളിന്ന് നടാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നല്ലൊരു വായ്വട്ട ചെറിയ ചട്ടി മതി. ഞാനിപ്പോൾ ഒരു 3 എണ്ണം നടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചട്ടിക്ക് ഡ്രെയിനേജ് ഹോൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അത് ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ചട്ടി നിർബന്ധമായിട്ടും എടുക്കണം. എന്നിട്ട് ഇതാ നമുക്ക് ഇതൊരു എന്താ പറയുക 3/4 ഭാഗത്തിൻ്റെ മേലെ തന്നെ നമുക്ക് നിറയ്ക്കാം. ഒരു 1/2 ഇഞ്ച് ചെടിച്ചട്ടിയുടെ 1/2 ഇഞ്ച് തൊട്ട് താഴെ വരെ നമുക്ക് മണ്ണ് നിറയ്ക്കണം. അത് ഇന്ന മണ്ണൊന്നൊന്നുമില്ല. ഇവിടെ ഇപ്പം ഞങ്ങൾ കമ്പോസ്റ്റാണ്, മൾട്ടി കമ്പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും, അതാണ് മേടിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണ മണ്ണ്, അതിനകത്ത് ഇച്ചിരി ചാണകം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇനി ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് നല്ലതുപോലെ തഴച്ച് വളരുന്ന സമയത്ത് കുറച്ച് ചാണകപ്പൊടി ഇട്ടാൽ മതി. അപ്പോൾ ഇതാ ഞാനിതുപോലെ ഒരു 1/2 ഇഞ്ച് താഴെയുള്ള രീതിയിലൊക്കെ മണ്ണെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ണ് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. കാരണം മണ്ണിന് കുറച്ചൊരു നനവൊക്കെ വേണം. എന്നിട്ട് നമുക്കിത് നമ്മുടെ ഒരു വിരൽ വെച്ചിട്ട് ഒരു കുഴി പോലെ ഇങ്ങനെ കുഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എത്ര തണ്ടാണ് എടുക്കുന്നത് അത്രയും തണ്ട് എൻ്റെ ഉള്ള കുഴി നമ്മൾ കൈവിരലുകൊണ്ട് ഒന്ന് നമ്മൾ കുഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ഞാൻ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു കുഞ്ഞു ചട്ടിയാണിത്. ഇതിനകത്ത് ഞാനൊരു 15 എണ്ണമെങ്കിലും ഞാൻ നടും കേട്ടോ. ഞാനിതുപോലെ കുത്തി വെക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 15 എണ്ണത്തിൽ ഒരു 4 or 5 മാത്രമേ നമുക്കത് സക്സസ്ഫുള്ളായിട്ട് വരത്തുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ ഒടിഞ്ഞു നുറുങ്ങി ചിലപ്പോൾ ചീഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 10 or 15 എണ്ണം വെക്കാൻ. എന്നാലാണ് നമുക്കൊരു 3 or 4 എണ്ണം ഒരു ആരോഗ്യത്തോടെ കൂടെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പക്ഷേ 3 കാണിക്കുന്നുള്ളൂ. അത്രയും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ എടുക്കാനായിട്ട്. കാരണം ഞാൻ ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കുന്ന ഞങ്ങളുടെ പുതിനയിലയിൽ ഒത്തിരി അങ്ങ് വെട്ടിക്കഴിഞ്ഞെന്നാൽ പിന്നെ അത് ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതൊന്നും പിടിച്ച് വരുന്നേ ഉള്ളൂ ഞങ്ങളുടെ പുതിനയില എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ വേറെ ഒന്നും ചെയ്യാനില്ല, ഇതുപോലെ അങ്ങ് കുത്തി കൊടുക്കുക. എന്നിട്ട് മണ്ണൊന്നിട്ട് ഒന്ന് ഉറപ്പ് വരുത്തുക. ഒരെണ്ണത്തിൻ്റെ മേലെ ചാഞ്ഞൊന്നും വീഴാതിരിക്കാൻ നോക്കുക. കാരണം ഇതിനൊരു ടെൻഡൻസി ഉണ്ട്, പതുക്കെ ഇങ്ങനെ ചായാനൊക്കെ നോക്കും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. പിന്നെ എന്നും രാവിലെയും വൈകിട്ടും വളരെ ലൈറ്റായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ താഴെക്കോടെ വെള്ളം പോണുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അതിനാണ് ഞാൻ പറഞ്ഞത് ഡ്രെയിനേജ് ഹോൾ വേണം എന്നുള്ളത് നിർബന്ധം വേണമെന്ന്. അല്ലെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ചില ഭാഗത്ത് മാത്രമേ ആവത്തുള്ളൂ, എല്ലായിടത്തും ആയിന്ന് വരില്ല. പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു സൂര്യപ്രകാശം എന്ന് പറയുന്നത് ഇതിന് ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം കിട്ടുന്നത് ഇഷ്ടമല്ല. ഇതിനെ കുറച്ചൊരു മൂടിയ ഒരു കാലാവസ്ഥയിൽ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാനതുകൊണ്ട് ഇവിടെ ഈ ജനലയുടെ ഭാഗത്താണ് വെച്ചിരിക്കുന്നത്. അതാകുമ്പോൾ അത്യാവശ്യം സൂര്യൻ്റെ വെളിച്ചം കിട്ടും, എന്നാൽ ഡയറക്റ്റായിട്ടുള്ള വെളിച്ചമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നമുക്ക് പുതിനയിലയ്ക്ക് ഒരുക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം.
അപ്പോൾ ആദ്യം നമ്മൾ നടുമ്പോൾ ഈ ഒരു പരുവത്തിനാണ് ഉണ്ടാവുക. പിന്നെ ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഒരുവിധം നന്നായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ, ഉണ്ടായി തുടങ്ങും. അതിപ്പോൾ ഓരോ തണ്ടിൻ്റെയും ആരോഗ്യം അനുസരിച്ചിരിക്കും. ചില തണ്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ ഒരു 8 ദിവസം മുതൽ തന്നെ അതിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ തളിരിലകളൊക്കെ വരാൻ തുടങ്ങും. ഇതിപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു പുതിനയില എന്ന് പറയുന്നത് ഒരു 1.5 ആഴ്ചയോളം എടുത്തിട്ടുള്ള ഒരു പുതിനയിലയാണ്. 1.5 അല്ല, 2 ആഴ്ച എടുത്തിട്ടുണ്ടാവും. അതിനുള്ളിൽ തന്നെ നമുക്ക് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് എപ്പോഴും ഉണ്ടാവും. ഇതിനകത്തു നിന്നാണ് ഞങ്ങൾ അധികം ആവശ്യത്തിന് പറിക്കുക. നമ്മളൊരു മല്ലിയില പോലെ എപ്പോഴും പുതിനയില യൂസ് ചെയ്യാറില്ലല്ലോ. പക്ഷെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഈ ഒരു 2-3 എണ്ണം ഞങ്ങൾ ഇതിൽ പാകിയതാണ്. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ അതൊരു ആരോഗ്യത്തോടെ കൂടെ വന്നില്ല എന്തുകൊണ്ടോ. പക്ഷെ ഞങ്ങൾ വെള്ളവും സൂര്യൻ്റെ വെളിച്ചൊക്കെ ആവശ്യത്തിനൊക്കെ കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. അപ്പോൾ അത് സമയം എടുക്കുമായിരിക്കും അതൊന്ന് നല്ല ആരോഗ്യത്തോടു കൂടെ വരാനായിട്ട്. അപ്പോൾ ഈ ഒരു നമ്മൾ ഈ ഒരു ചെടിച്ചട്ടി ഈ ഒരു പുതിനയില നമ്മൾ നട്ട് കഴിയുമ്പം നിങ്ങളൊരു 14 ദിവസം മുതൽ ഒന്ന് വെയിറ്റ് ചെയ്യുക, ക്ഷമയോട് കൂടെ വെയിറ്റ് ചെയ്യുക. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ മാറ്റം വരാം. ചിലത് 7 ദിവസം മുതൽ തന്നെ ചെറുതായിട്ട് ഇലകൾ വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും. ഇത് പക്ഷെ വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും നമ്മൾ ചെയ്യാനില്ല. വെള്ളം ഒഴിച്ചു കൊടുക്കുക രാവിലെയും വൈകിട്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ സൂര്യൻ്റെ വെളിച്ചം അത് ഒത്തിരി അങ്ങ് സൂര്യൻ്റെ വെളിച്ചം അടിച്ചാൽ ഇത് പെട്ടെന്നങ്ങ് വാടിപ്പോവും. അതുകൊണ്ട് നമുക്ക് ഈ ചെറിയ മറവോട് കൂടിയിട്ടുള്ള ഒരു വെളിച്ചമാണ് ഇതിന് കിട്ടേണ്ടത്. പിന്നെന്താ, വേറെ ഒന്നുമില്ല. ഇത് വളരെ എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഈ പുതിനയില വീട്ടിലുണ്ടാവുന്നത് തന്നെ നല്ലതാണ്. നമുക്ക് വീടിനകത്ത് നല്ലൊരു മണം ഉണ്ടാവും. ഞാനിപ്പോൾ വീടിനകത്താണ് വെച്ചിരിക്കുന്നത്. കാരണം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ തണുപ്പൊക്കെ കൊണ്ട് പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. ഇപ്പം നിങ്ങൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെക്കുവാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരു കുറച്ച് നിഴലൊക്കെ ഉള്ള ഒരു ഭാഗത്ത് പുറത്ത് വെക്കാൻ നോക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതൊരു ഹെർബല്ലേ. അപ്പം നമ്മുടെ വീടിനകത്ത് ഇരുന്നാലും നല്ലതാണ്. ആ ഒരു മണം, രാവിലെ കിട്ടുന്ന ഒരു ഓക്സിജൻ ഒക്കെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇതിന് വേണ്ടി പ്രത്യേകിച്ച് പൈസ ചിലവൊന്നുമില്ല. നമ്മൾ കടയിൽ നിന്ന് ഒരു പ്രാവശ്യം മേടിക്കുന്ന ഒരു 10-15 തണ്ടുകൾ മാറ്റി വയ്ക്കുക. നമുക്ക് ഉടനെ തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.